മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഖത്തറിൽ ഇസ്ലാമിക പണ്ഡിതൻ അലിയാർ ഖാസിമിയുടെ പ്രഭാഷണ പരമ്പര ജനുവരി 16, 17, 18 തീയതികളിൽ ഒഖാഫിന് കീഴിലുള്ള ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ മഹ്മൂദ് ഇസ്ലാമിക് കൾച്ചറൽ സെന്ററാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ റീജിയന്റ് ഒരു വർഷം നീണ്ടുനിന്ന 20ാം വാർഷികാഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച സമാപനം. ഖത്തർ ഫൗണ്ടേഷനിലെ ഔസച്ച് ഓഡിറ്റോറിയത്തിൽ നെക്സ്റ്റ് എന്ന പേരിലാണ് പരിപാടി. സമാപന സമ്മേളനത്തിൽ നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയാകും. ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഇൻകാസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പോസ്റ്റർ VD സതീശൻ പ്രകാശനം ചെയ്തു. സ്മാഷ് ഫിയസ്റ്റ മത്സരങ്ങൾ ഫെബ്രുവരി 13 ദോഹയിലെ ഹാമിൽട്ടൺ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. റിയാദിലെ സംഗീത കൂട്ടായ്മയായ റിയാദ് ഇന്ത്യൻ മ്യൂസിക് ലവേഴ്സിന്റെ വാർഷിക സംഗീത പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം സംഘടിപ്പിച്ചു. സിനിമാ പിന്നണി ഗായകരായ നജിം അർഷാദ്, അനുശ്രീ എന്നിവരാണ് മുഖ്യാതിഥികൾ. ബഹ്റൈനിലെ താമസക്കാരിൽ ചിലരുടെ ഫോണിൽ വന്ന ജാഗ്രതാ സന്ദേശത്തിൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് അധികൃതർ. സന്ദേശം ടെസ്റ്റ് സെൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജാണെന്നും ലഭിച്ച സന്ദേശത്തിന്റെ ഭാഗമായി നടപടികളൊന്നും തന്നെ ആവശ്യമില്ലെന്നും അധികൃതർ. 2024 ബഹ്റൈനിൽ 1400-ലധികം പുതിയ ക്യാൻസർ കേസുകളും 4547 ഡയാലിസിസ് രോഗികളും രജിസ്റ്റർ ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം. 1230 ക്യാൻസർ കേസുകൾ ബഹ്റൈൻ പൌരന്മാർക്കിടയിലും 171 കേസുകൾ പ്രവാസികൾക്കിടയിലുമാണ് റിപ്പോർട്ട് ചെയ്തത്. UAEയിലെ ഉമുൽ ഖുവൈനിൽ വിവിധ ഭാഷക്കാരായ 101 ഗായകരെ അണിനിരത്തി റെക്കോർഡ് ലക്ഷ്യവുമായി ഗീത് മാല. ഈ മാസം 18-ന് ഗീത് മാല പരിപാടിയുടെ പുതിയ സീസണിലാണ് റെക്കോർഡ് നേട്ടത്തിനായി ശ്രമം നടക്കുക എന്ന് സംഘാടകർ അറിയിച്ചു. സൗദി ദമാം പ്രവാസി വെൽഫെയർ റീജിയണൽ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിങ് ഫഹദ് സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ 100-ലേറെ പേർ രക്തം നൽകി പങ്കാളികളായി. ദമാം ട്രിവാൻഡ്രം ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ഭാഗമായി ട്രോഫി ലോഞ്ചിങ്ങും ജേഴ്സി പ്രകാശനവും സംഘടിപ്പിച്ചു. കായിക ബിസിനസ് രംഗത്തുള്ളവർ സംബന്ധിച്ചു.